നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൗ ടു പ്രിപ്പയർ ഫോർ ഫിലിം ആക്ടിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3-ാം ഭാഗമാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ആത്മവിശ്വാസത്തോടെ, പോസിറ്റീവ് തിങ്കിങ്ങോടെ, സ്വന്തം പ്രതിഭയിൽ വിശ്വസിച്ച് പരിശീലിക്കുക. വൺ ഡേ യു വിൽ ബിക്കം എ സൂപ്പർ ആക്ടർ. ഇനി ആക്ടിങ്ങിന് നിങ്ങൾക്ക് സഹായിക്കുന്ന ചില സൂചനകളാണ് ഞാൻ നൽകാൻ പോകുന്നത്. നിങ്ങൾ അഭിനയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നോ വാട്ട് യുവർ ക്യാരക്ടേഴ്സ് വാണ്ട്സ്. എന്താണ് നിങ്ങളുടെ കഥാപാത്രം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, റീഡ് ദ എൻറ്റയർ സ്ക്രിപ്റ്റ്, പാർട്സ് നീഡ് ടു പെർഫോം. അത് ശരിക്കും വ്യക്തമായി പഠിച്ചിരിക്കണം. നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്താണെന്നും നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഭാഗം എന്താണെന്നും വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പെർഫോം ചെയ്യാവൂ. വെറുതെ പ്രംപ്റ്റിംഗ് കേട്ടുകൊണ്ട് ബിഹേവ് ചെയ്യരുത്. ദാറ്റ് ഈസ് നോട്ട് ആക്ടിങ്. അത് ജനറലായ ഒരു പെരുമാറ്റം മാത്രമേ ആയിത്തീരുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം, ട്യൂൺ യുവർ സെൽഫ്, മൈൻഡ് ആൻഡ് സോൾ. നിങ്ങളുടെ മനസ്സും ആത്മാവും നിങ്ങളെ തന്നെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ ട്യൂൺ ചെയ്തെടുക്കണം ആ കഥാപാത്രത്തിന് വേണ്ടി. ആ കഥാപാത്രത്തിൻ്റെ മനസ്സെന്തായിരിക്കണം, ആ കഥാപാത്രത്തിൻ്റെ സോൾ എന്തായിരിക്കണം. നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം വെച്ചുകൊണ്ട് നിങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെ മൈൻഡ് ഫ്രീക്വൻസി എന്തെന്ന് മനസ്സിലാക്കി അതിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് നിങ്ങളൊരു നല്ല നടനായി, പെർഫോമറായി മാറുന്നത്. അല്ലാതെ വെറും പ്രംപ്റ്റിംഗ് കേട്ടുകൊണ്ട് ബിഹേവ് ചെയ്ത് സ്റ്റാർഡം സ്വന്തമാക്കുന്നതിലല്ല. ഡു ഓൾ വാട്ട് യു ക്യാൻ ഇൻ ആക്ടിങ്. നിങ്ങൾക്ക് അഭിനയിക്കാൻ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിഭയിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഓഡിയൻസിനെ ആകർഷിക്കുവാൻ, അംഗീകരിപ്പിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഡു ഓൾ വാട്ട് യു ക്യാൻ ഇൻ ആക്ടിങ്. അത് ഇഷ്ടപ്പെട്ടാൽ ഡയറക്ടർ അംഗീകരിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം അത് കട്ട് ചെയ്ത് കളയും. നിങ്ങൾ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വേർഷനായിരിക്കണം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. മറ്റുള്ളവരുടെ അനുകരണമോ മറ്റുള്ളവരുടെ ഭാവപ്രകടനങ്ങളോ അനുകരിച്ച് ഇമിറ്റേറ്റ് ചെയ്തല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടേക്കാം, വിമർശിച്ചേക്കാം. എന്നാൽ നിങ്ങളൊരു തനിമയുള്ള ഒരു ആക്ടറായി മാറണമെങ്കിൽ യു ഷുഡ് എക്സ്പ്രസ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഒരു ആക്ടറിന് വേണ്ട മറ്റൊരു പ്രധാന ഗുണം, ബി ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിസിപ്ലിൻഡ്. അദ്ദേഹം തൻ്റെ കലയോട് ആത്മാർപ്പണം ഉണ്ടായിരിക്കണം, ഡിസിപ്ലിൻ ആയിരിക്കണം. അല്ലാതെ കാലം തെറ്റിയ മഴ പോലെ പെയ്തിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്ത്, ആവശ്യമുള്ള സാഹചര്യത്തിൽ സമയത്ത് കറക്റ്റായിട്ട് നമ്മളതിൻ്റെ എക്സ്പ്രഷൻസ് കൊടുക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല പെർഫോമറായി മാറുന്നത്. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, നിങ്ങൾക്ക് ആക്ടിങ് അറിയില്ലെന്ന് പറഞ്ഞേക്കാം.
അല്ലെങ്കിൽ അങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു സൂത്രവാക്യമുണ്ട്: തിങ്ക് ലൈക്ക് എ ജീനിയസ് ഇൻ ആക്ടിങ്. ഞാനൊരു അഭിനയ പ്രതിഭയാണ്, ഞാനൊരു മഹാപ്രതിഭയാണ്, എൻ്റെ മുഖത്തൂടെ വരുന്നത് മഹത്തായ അഭിനയ ഭാവങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കണം, വിശ്വസിക്കണം, ആത്മവിശ്വാസത്തോടെ അത് പ്രകടിപ്പിക്കണം. തിങ്ക് ലൈക്ക് എ ജീനിയസ് ഇൻ ആക്ടിങ് വൈൽ പെർഫോമിങ് എ ക്യാരക്ടർ. ആ കഥാപാത്രത്തെ മറ്റൊരു ഫ്രീക്വൻസിയിലൂടെ, മറ്റൊരു ചിന്തയിലൂടെ, മറ്റൊരു സ്റ്റൈലിലൂടെ, മറ്റൊരു ആവർത്തിയിലൂടെ, മറ്റൊരു മൂഡിലൂടെ, മറ്റൊരു പ്രകടനത്തിലൂടെ, എക്സ്പ്രഷനിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളൊരു അഭിനയ പ്രതിഭയായി മാറും. നിങ്ങൾക്ക് അതിനുള്ള മഹത്തായ ജീനുണ്ട്, പ്രതിഭയുണ്ട്, കഴിവുണ്ടെന്ന് വിശ്വസിക്കൂ. അതുതന്നെയാണ് വിജയത്തിൻ്റെ താക്കോൽ. ഒരു മഹത്തായ അഭിനയത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം, വിവരിക്കാം? മഹത്തായ അഭിനയം എഫക്റ്റീവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ്, റിയലിസ്റ്റിക്, ആർട്ടിസ്റ്റിക്, പ്ലേഫുൾ, കൺവിൻസിങ്, ഇമോട്ടീവ്, പാഷനേറ്റ്, imaginative, in a dreamy state, both innovative and expressive. മഹത്തായ ഒരു അഭിനയം എഫക്റ്റീവ് ആയിരിക്കും, അത് റിയലിസ്റ്റിക് ആയിരിക്കും, അത് യഥാർത്ഥമായിരിക്കും, അത് കലാപരമായിരിക്കും, അത് പ്ലേഫുള്ളായിരിക്കും. അത് ഫുട്ബോൾ കളിക്കുന്നത് പോലെ, ചെസ് കളിക്കുന്നത് പോലെ, ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ കൺവിൻസിങ് ആയിരിക്കും, അത് ഇമോട്ടീവ് ആയിരിക്കും, അത് പാഷനേറ്റ് ആയിരിക്കും. അത് സംഭവിക്കുന്നത് ഇമാജിനേറ്റീവ് ആൻഡ് ഡ്രീമി സ്റ്റേറ്റിൽ നിന്നായിരിക്കും. ഭാവനാപരവും സ്വപ്നപരവുമായ ഒരു തലത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ മോഡ് കണ്ടെത്തുന്നതിന് നിങ്ങൾ ചില റിസർച്ചുകളും ഇന്നോവേഷനും നടത്തണം. അങ്ങനെ രൂപം കൊടുക്കുന്ന, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന, ആസൂത്രണം ചെയ്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വിശ്വോത്തരങ്ങളാവും, മഹത്തരങ്ങളാവും. നിങ്ങളൊരു സൂപ്പർ പെർഫോമറായി മാറും. അഭിനയത്തിൻ്റെ താക്കോൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് റിക്വയർസ് എ പാഷൻ, ഡെഡിക്കേഷൻ, ഫിയേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ടു യുവർ ആക്ടിങ് ക്രാഫ്റ്റ്. അതായത് നിങ്ങളുടെ കലയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കണം, പാഷൻ ഉണ്ടായിരിക്കണം, ആത്മാർപ്പണം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സർവാത്മന അതിനോടുള്ള, നിങ്ങളുടെ ആ ക്രാഫ്റ്റിനോടുള്ള, നിങ്ങളുടെ കലയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ്, സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, പൂർണ്ണമായ ശക്തിയും മനസ്സും ജ്ഞാനവും കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ്. അതുകൊണ്ടാണ് ഒരു നടൻ, ഒരു കലാകാരൻ അറിവുകൾ സമ്പാദിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, സാഹിത്യം വായിക്കണം, നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ താൻ അഭിനയിക്കുമ്പോൾ ഇന്നൊവേറ്റീവായ ഒരു പ്രകടനം എക്സ്പ്രസീവായി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. വ്യത്യസ്ത സംസ്കാരങ്ങളെ, വ്യത്യസ്ത കഥാപാത്രങ്ങളെ, വ്യത്യസ്ത ജീവിതങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് ദ കീ ഓഫ് ആക്ടിങ്. വീണ്ടും അതിസൂക്ഷ്മമായി പറയുകയാണെങ്കിൽ, യു മസ്റ്റ് സ്റ്റഡി, റിഹേഴ്സ് ആൻഡ് പെർഫെക്റ്റ് യുവർ ടെക്നിക്. നിങ്ങൾ പഠിക്കണം, അത് റിഹേഴ്സ് ചെയ്യണം, അതിൻ്റെ പെർഫെക്ഷനിലേക്ക്, പെർഫെക്റ്റ് എക്സ്പ്രഷനിലേക്ക് നിങ്ങളുടെ കലയെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങളൊരു മഹാനായ
ഗ്രേറ്റ് ആക്ടറായി മാറും. മെൻ്റലായ ഒരു കമാൻഡിലൂടെ നിങ്ങൾക്കൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിയണം. മാനസികമായ ഒരു ചിന്തയിലൂടെ ട്രിഗർ ചെയ്തുകൊണ്ട് സ്വിച്ച് ഇട്ടതുപോലെ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് സംവിധായകൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കഥാപാത്രമായി മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു സ്വിച്ച് ഓണാക്കണം. ചിന്ത എന്ന് പറയുന്ന സ്വിച്ച് നിങ്ങൾ ഓണാക്കണം. ഏത് വികാരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ആ സ്വിച്ച് നിങ്ങൾ ഓണാക്കണം. ഏത് ഫീലിംഗ് ആണ്, ഏത് ഇമോഷനാണ്, ഏത് മൂഡാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ആ ഡയലോഗ് ഡെലിവറി, ലിപ്പ് സിങ്ക് കറക്റ്റായിരിക്കണം. ബോഡി മൂവ്മെൻറ്റ്, ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നിങ്ങളുടെ സീൻ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ സംജാതമാക്കണം. ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആക്ടർ. അല്ലാതെ ഏതോ ഒരു ലോകത്ത് നിന്ന് വന്ന് ഞാനൊരു വലിയ നടനാണ്, ഞാനൊരു വലിയ താരമാണ്, എനിക്ക് വലിയ കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ചുറ്റും നിൽക്കുന്ന നടന്മാരെ ശ്രദ്ധിക്കേണ്ട, അവരുമായിട്ട് ഒരു ആശയവിനിമയം വേണ്ട, ആകാശത്തിൽ നിന്നും ആകാശത്തിലേക്ക് ഡയലോഗ് ഡെലിവറി നടത്തുന്നവനല്ല മഹാനായ കലാകാരൻ, സൂപ്പർ പെർഫോമർ. യഥാർത്ഥമായ അഭിനയം കാഴ്ചവെക്കണമെങ്കിൽ കൂടെ അഭിനയിക്കുന്നവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ കഥാപാത്രവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുമായി കണക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു വലിയ മാസ് ബോക്സ് ഓഫീസ് ഹിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഹൗ ഡു ആക്ടേഴ്സ് പ്രിപ്പയർ ഫോർ ക്യാരക്ടർ? രത്ന ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, read the script, read the entire script so that you understand the context. ആ സ്ക്രിപ്റ്റ് നന്നായി പഠിക്കണം. ഒരു ഹീറോ ആണെങ്കിൽ, ഒരു വില്ലൻ ആണെങ്കിൽ, ഒരു സെൻട്രൽ ക്യാരക്ടർ ആണെങ്കിൽ മസ്റ്റായിട്ടും ആ സ്ക്രിപ്റ്റ് പഠിച്ചിരിക്കണം. അനലൈസ് ദ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിനെ അനലൈസ് ചെയ്തിരിക്കണം. ആ അനലൈസ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്? ഐഡൻറ്റിഫൈ വിത്ത് ദ ക്യാരക്ടർ. ആ ക്യാരക്ടർ, നാം പെർഫോം ചെയ്യുന്ന ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ റിതം, അതിൻ്റെ എക്സ്പ്രഷൻസ്, അതിൻ്റെ എസൻസ് മനസ്സിലാക്കി വേണം പെർഫോം ചെയ്യാൻ. എന്നിട്ടത് പെർഫോം ചെയ്ത് നാം റിഹേഴ്സ് ചെയ്ത് നോക്കണം. പെർഫോം എഗെയിൻ ആൻഡ് എഗെയിൻ. എന്നിട്ട് തൻ്റെ പെർഫോമൻസിനെ ടോട്ടൽ സിനിമയുമായി നാം ഇമാജിൻ ചെയ്തത് കൊളാബറേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഇമാജിനേഷൻ നമ്മളിലേക്ക് ലോഡ് ചെയ്ത് വരുന്നത്. ഒരു നടൻ തനിക്കൊരു കഥാപാത്രം ലഭിക്കുകയാണെങ്കിൽ, ഹീറോയാകാം, വില്ലനാകാം, പ്രധാന കഥാപാത്രമാകാം, അപ്രധാന കഥാപാത്രമാകാം, അദ്ദേഹം സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ആ കഥാപാത്രത്തോട് സ്വയം ചോദിക്കണം, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം നടൻ കണ്ടെത്തിയിരിക്കണം. വേർ ആം ഐ? ഞാൻ എവിടെയാണ് പെർഫോം ചെയ്യേണ്ടത്? എൻ്റെ കഥാപാത്രം എവിടെയൊക്കെ വരും? വാട്ട് ടൈം ഈസ് ഇറ്റ്? ഏതൊക്കെ സമയങ്ങളിലാണ് എൻ്റെ കഥാപാത്രം പെർഫോം ചെയ്യേണ്ടത്? വാട്ട് ഡു ഐ വാണ്ട്? എൻ്റെ കഥാപാത്രം എന്താണ് ആഗ്രഹിക്കുന്നത്? വൈ ഐ വാണ്ട് ഇറ്റ്? എന്തുകൊണ്ടാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്? ഹൗ വിൽ ഐ ഗെറ്റ് വാട്ട് ഐ വാണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്?
വാട്ട് മസ്റ്റ് ഐ ഓവർകം ടു ഗെറ്റ് വാട്ട് ഐ വാണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടുവാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തിനെയൊക്കെയാണ് ഞാൻ അതിജീവിക്കേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ തൻ്റെ കഥാപാത്രം വികസിച്ചു വരുന്നത് എങ്ങനെയെന്ന് നടൻ അറിയും. ആദ്യമേ ഹു ആം ഐ, വേർ ആം ഐ, വാട്ട് ടൈം ഈസ് ഇറ്റ്, വാട്ട് ഡു ഐ വാണ്ട്, വൈ ഐ വാണ്ട് ഇറ്റ്, ഹൗ വിൽ ഐ ഗെറ്റ് വാട്ട് ഐ വാണ്ട്, വാട്ട് മസ്റ്റ് ഐ ഓവർകം ടു ഗെറ്റ് വാട്ട് ഐ വാണ്ട്? ഈ 7 ചോദ്യങ്ങൾ നടൻ സ്വയം ചോദിക്കണം. തൻ്റെ കഥാപാത്രത്തെ അഭിനയിക്കാനായി തയ്യാറെടുക്കുമ്പോൾ. ഒരു നടൻ സംരക്ഷിക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട ആക്ടിംഗ് റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൂൾസ് ഓഫ് ആക്ടിംഗ്: ട്രീറ്റ് എവരി വൺ വിത്ത് റെസ്പെക്റ്റ്. എല്ലാവരെയും ബഹുമാനിക്കണം. ബി ഓൺ ടൈം. ഫസ്റ്റ് ഇംപ്രഷൻസ് കൗണ്ട്. യു മേ നോട്ട് ഗെറ്റ് അനദർ ചാൻസ്. കീപ് യുവർ ഈഗോ ഇൻ ചെക്ക്. ബി ഗ്രേഷ്യസ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും അമൂല്യമാണ്. അത് നന്നായി ഉപയോഗിക്കണം. എല്ലാവരെയും ബഹുമാനിക്കണം. നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം. മേക്ക് ആൻ ഇംപ്രഷൻ ഫസ്റ്റ്. കറക്റ്റ് ടൈമിൽ എത്തണം. ബി ഓൺ ടൈം. ഞാനെന്നുള്ള ഭാഗമോ അഹങ്കാരമോ പ്രകടിപ്പിക്കാതെ എപ്പോഴും സ്വയം നിയന്ത്രിച്ച് ഒരു റേഡിയൻ്റായ, മറ്റുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കാഴ്ചവെക്കണം. Be your experience yourself. You must express what you felt. നിങ്ങൾ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രത്തെ ഒരനുഭവമാക്കി മാറ്റണം. നിങ്ങൾ ജീവിതത്തെ അനുഭവിച്ച അനുഭവങ്ങളുടെ സത്ത, അതിൻ്റെ എസൻസ്, അതിൻ്റെ വൈബ്രേഷൻസ്, ആശയങ്ങൾ തൻ്റെ കഥാപാത്രത്തിലൂടെ കൊടുക്കുമ്പോൾ തൻ്റെ കഥാപാത്രം ഒരനുഭവമായി മാറും. യു മസ്റ്റ് എക്സ്പ്രസ് വാട്ട് യു ഫെൽറ്റ്. നോ, റിമെമ്പർ, പ്രിസൈസ്, എക്സ്പ്രസ്. നാം പെർഫോം ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തെ കറക്റ്റായി, സ്പെസിഫിക്കായി നാം മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം, അതിനെ ഓർത്തിരിക്കണം. അത് പ്രിസൈസായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും വേണം. അല്ലാതെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് പെർഫോം ചെയ്യുന്ന സമയത്ത് മറന്നുപോവുകയോ കറക്റ്റായി അതിൻ്റെ കറക്റ്റ് മീറ്ററിൽ, മെഷർമെൻറ്റിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയമായി മാറും ആ കഥാപാത്രം. റിമെമ്പർ, awake your inner excitement. Be aware, conscious your hands, your eyes, your whole body. Grasp something, express something. എന്ന് വെച്ചാൽ അഭിനയിക്കുമ്പോൾ നടൻ ബോധവാനായിരിക്കണം. നിങ്ങളുടെ കൈ എവിടെയായിരിക്കണം, നിങ്ങളുടെ വിരലുകൾ എങ്ങനെയാണ് ചലിക്കേണ്ടത്, നിങ്ങളുടെ കണ്ണ് എങ്ങനെയാണ് ചലിക്കേണ്ടത്, നിങ്ങളുടെ ബോഡി മൂവ്മെൻ്റ് എങ്ങനെയായിരിക്കണം, നിങ്ങൾ നടക്കുന്നത് എങ്ങനെയായിരിക്കണം, ഇരിക്കുന്നത് എങ്ങനെയായിരിക്കണം,
നിങ്ങളെങ്ങനെ ചിന്തിക്കണം, നിങ്ങളെങ്ങനെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കി ഒരു രൂപരേഖ മനസ്സിൽ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രകടിപ്പിക്കുമ്പോൾ, അദ്ദേഹം ഉൾക്കൊണ്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി പ്രകടിപ്പിക്കുമ്പോൾ ആ പ്രകടനം അനശ്വരമായി തീരും, മെമ്മറബിളായി മാറും. ഓർത്തിരിക്കുക, റിമെമ്പർ പൊസിഷൻ ഓഫ് യുവർ ലിപ്സ്, ഐസ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ബോഡി, ഫുട്സ്, ലെഗ്സ്. സെർച്ച്, എക്സാമിൻ വാട്ട് ഹാപ്പൻഡ്. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം, ചുണ്ടുകൾ മനോഹരമായാണോ ചലിപ്പിച്ചത്, ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കണ്ണ് ചലിപ്പിച്ചത് ആ കഥാപാത്രം നോക്കുന്നത് പോലെയാണോ, കൈ ചലിപ്പിച്ചത്, വിരൽ ചലിപ്പിച്ചത്, ശരീരം, ബോഡി മൊത്തം ചലിപ്പിച്ചത് ആ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടാണോ നിങ്ങളുടെ പാദങ്ങൾ ചലിച്ചത്, നിങ്ങളുടെ ഓരോ കോശവും വൈബ്രേറ്റ് ചെയ്തത് എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം, അതിന് പരിശോധിക്കണം എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസിൽ. ഈ ബോധം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രകടനം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആത്മാവ് തന്നെ ഒരു സോഫ്റ്റ്വെയർ പോലെ ഇത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു സൂപ്പർ പെർഫോമറായി മാറും. ഈ പെർഫോമൻസ് ഗ്രാജുവലി പ്രോഗ്രസീവായി മാറും, അത് അപ്ഡേറ്റായി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ ബോധം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ് മൈൻഡുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, റിമെമ്പർ യുവർ ആക്ഷൻസ്. പ്രകടനം എന്നാൽ ആക്ഷൻസ് ആണ്, പെർഫോമൻസ് ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, റിമെമ്പർ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ അറിവും ചിന്തയും അതൊരു പെർഫോമൻസായി മാറുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല, നിങ്ങളൊരു സൂപ്പർ ആക്ടറായി മാറുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയും അറിവും, നിങ്ങൾ സംസ്കാരത്തിൽ നിന്ന് സംശീകരിച്ച സ്ക്രിപ്റ്റിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും, ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ഒരു ആക്ഷനാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഒരു സംഭാഷണമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഒരു എക്സ്പ്രഷനാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഒരു മൗനമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഒരു വാചാലതയാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ഒരു ഫീലിംഗ് ആക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങളൊരു നല്ല നടനായിത്തീരുന്നത്. ആക്ടിങ് വിത്ത് യുവർ ബോത്ത് സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും ഒരുപോലെ യുണൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളൊരു പെർഫെക്റ്റ് യൂണിവേഴ്സൽ ആക്ടറായി മാറും. തിങ്കിങ് അബൌട്ട് വാട്ട് ആക്ടർ വിൽ ഡു. ഒരു നടൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. The great actor should be full of feeling. He should feel the thing he is portraying. He must feel an emotion while he is studying his part. Create under inspiration. Only our subconscious gives us inspiration. ഞാൻ പറഞ്ഞു, ചിന്തിക്കണം. ഒരു നടൻ ക്യാമറയ്ക്ക് മുമ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചിന്തിച്ച് പ്രവർത്തിക്കണം.
ഒരു നടൻ എപ്പോഴും തൻ്റെ കഥാപാത്രത്തെ ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ തൻ്റെ ചിത്രം വരയ്ക്കുന്നത് പോലെ പോർട്രേ ചെയ്യുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രത്തിന് ആവശ്യമായ ആ വികാരങ്ങൾ അദ്ദേഹത്തിൽ മിന്നിമറയണം. ഹീസ് ഫുൾ ഓഫ് ഫീലിംഗ്. ഏത് വികാരമാണ് വേണ്ടത്, ആ വികാരത്തെ എടുത്ത് അത് അദ്ദേഹത്തിൽ നിറഞ്ഞ് നുര പൊന്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കാണുമ്പോൾ കാണികൾക്ക് ആവേശമുണ്ടാകുന്നത്, ആകർഷണമുണ്ടാകുന്നത്. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം ചില രേഖകൾ കുറിയിടും, പിന്നീട് അതൊരു രൂപമായി മാറും, പിന്നീട് അതിന് നിറങ്ങൾ കൊടുക്കും. അതൊരു ക്യാൻവാസിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ വരച്ച് കഴിയുമ്പോൾ നാം ഒരു ചിത്രമായി അതിനെ ആസ്വദിക്കും. എന്നതുപോലെ ഒരു നടൻ തൻ്റെ ചിന്തകൾ കൊണ്ട് ചിത്രം വരച്ച് അതിൽ വികാരങ്ങളും വിചാരങ്ങളും വചനങ്ങളും കൊടുത്തു കഴിയുമ്പോൾ അതൊരു മഹത്തായ ഒരു കഥാപാത്രമായി മാറും. അതുപോലെ ഒരു ചിത്രകാരനെ പോലെ നിങ്ങളുടെ മനസ്സാക്കുന്ന ക്യാൻവാസിൽ രൂപരേഖകൾ വരച്ച് ഒരു കഥാപാത്രത്തിൻ്റെ അതിർത്തികൾ സൃഷ്ടിച്ച് ആ അതിർത്തികൾ ലംഘിക്കുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് അനുഭവവേദ്യമായി തീരുമ്പോൾ അത് ഒരു മഹത്തരമായ ഒരു പ്രകടനമായി മാറും. അതിന് അവൻ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെയും തൻ്റെ കോൺഷ്യസ് മൈൻഡിനെയും ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അതിനാദ്യമായി എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്ന് നാം മനസ്സിലാക്കണം. അത് നമ്മളുടെ കഥാപാത്രമാകുന്ന തൻ്റെ പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവായിരിക്കും. അത് കരഗതമാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് ഷാജി ജോൺ ഫ്രം ഷാജി ജോൺ പോഡ്കാസ്റ്റ് signing off. Thank you.